ഇന്ന് പറയാൻ പോകുന്നത് ഭഗവാന്റെ ഭക്തനോടുള്ള കാരുണ്യത്തിൻ്റെയും കരുതലിൻ്റെയും ഒരു കഥയാണ്. ഈ കഥ നടക്കുന്നത് ഏകദേശം 60-65 വർഷം മുൻപ് ഗുജറാത്തിലാണ്. അവിടെ ഒരു ഗ്രാമപ്രദേശത്തിലെ റെയിൽവേ സ്റ്റേഷൻ ഒരൊറ്റ വണ്ടിക്ക് മാത്രമേ അവിടെ സ്റ്റോപ്പുള്ളൂ. അങ്ങനെയുള്ള ആ റെയിൽവേ സ്റ്റേഷനിൽ ഗുരുചരൺ എന്ന് പറയുന്നൊരു ഗാർഡ് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അദ്ദേഹം വലിയ ശ്രീകൃഷ്ണ ഭക്തനാണ്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ഒരു ചതുർബാഹു ക്ഷേത്രം ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ഇദ്ദേഹം ആ ക്ഷേത്രത്തിൽ പോയി പൂജയെല്ലാം കഴിച്ചിട്ടാണ് ഡ്യൂട്ടിക്ക് ഇവിടെ ജോയിൻ ചെയ്യാറുള്ളത്. ഇദ്ദേഹത്തെ പറ്റി അറിയാവുന്ന സഹപ്രവർത്തകരും സ്റ്റേഷൻ മാസ്റ്ററും ഒക്കെ അത് അംഗീകരിച്ചിരുന്നു. അതിനനുസരിച്ചുള്ള ഒരു ഡ്യൂട്ടി ടൈമാണ് അദ്ദേഹത്തിന് കൊടുത്തിരുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു പുതിയ സ്റ്റേഷൻ മാസ്റ്റർ ചാർജ് എടുത്തു. അദ്ദേഹം നോക്കിയപ്പോൾ വർഷങ്ങളായിട്ട് ഈ ഒരാളുടെ ഡ്യൂട്ടി ടൈം മാറ്റിയിട്ടേ ഇല്ല, ഒരു ചേഞ്ചും ഇല്ല. ഈ സമയത്താണ് ഇന്ന് ജോയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് അദ്ദേഹം അതൊന്ന് മാറ്റാമെന്ന് വിചാരിച്ച് സമയം മാറ്റി. ഇന്നും വരുന്നതിൻ്റെ കുറച്ച് നേരത്തെയാക്കി ടൈം. ഈ സമയത്ത് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഗുരുചരൺ ചെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, സാർ, എനിക്ക് പഴയ ആ ടൈം തന്നെ ഒന്ന് കിട്ടിയാൽ കൊള്ളാമായിരുന്നു. അതെന്താ അങ്ങനെ, ചേഞ്ച് വേണ്ടേ എന്ന് വെച്ചു. വേണ്ട, കാരണം ഇങ്ങനെ ക്ഷേത്രത്തിൽ പോയി പൂജ നടത്തിയിട്ടാണ് ഞാൻ വരാറുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് എനിക്കിങ്ങനെ ഒരു സൗകര്യം ഇവിടെ തന്നിരുന്നതെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഭഗവാനും ഭക്തിയുമൊക്കെയാണ് വലുതെങ്കിൽ അങ്ങ് നേരെ ക്ഷേത്രത്തിൽ എപ്പോഴും ഇരുന്നോളൂ. അല്ലാതെ ജോലിക്ക് വരുന്നെങ്കിൽ നാളെ മുതൽ ഞാൻ ഈ എഴുതിയിരിക്കുന്ന ഈ സമയത്ത് തന്നെ വരണം, അല്ലെങ്കിൽ അങ്ങേക്ക് പോകാം രാജിവെച്ച് എന്ന് പറഞ്ഞ്. ഇത് കേട്ട് വളരെ വിഷണ്ണനായി ഇദ്ദേഹം. പിറ്റേ ദിവസവും ഇദ്ദേഹം പതിവ് പോലെ തന്നെ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒപ്പിടാനുള്ള ബുക്ക് ചോദിച്ചപ്പോഴാണ് അവരെല്ലാവരും നോക്കി. അപ്പോൾ അങ്ങല്ലേ കുറച്ച് മുമ്പ് വന്ന് ഒപ്പിട്ട് ജോയിൻ ചെയ്തതെന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ വന്നില്ലായിരുന്നല്ലോ, ഞാൻ അമ്പലത്തിൽ നിന്ന് വരുന്ന വഴിയാണിതെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ആരാ വന്നത് എന്നുള്ളൊരു സംശയമായി. പക്ഷേ ഗുരുചരന് മനസ്സിലായി ആരാ വന്നതെന്ന്. അദ്ദേഹത്തിൻ്റെ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ ജോലിയിൽ പ്രശ്നമൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഗുരുചരനായിട്ട് വന്നത് ഡ്യൂപ്ലിക്കേറ്റായിട്ട് ഗുരുചരനായിട്ട് വന്ന് ഭഗവാനാണെന്ന് മനസ്സിലാക്കി ഉടനെ തന്നെ അദ്ദേഹം രാജിക്കത്ത് എഴുതി കൊടുത്തു. ആര് നിർബന്ധിച്ചിട്ടും കൂട്ടാക്കിയില്ല. അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് പോയി അവിടെ പൂജയുമായിട്ട് ശിഷ്ടകാലം കഴിച്ചു കൂട്ടി.